ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുക, അവിടെ ഏതോ മേൽശാന്തിയെ കയ്യേറ്റം ചെയ്യുക, പൂരത്തിന്റെ വെടിക്കെട്ട് നിർത്തിച്ചു വയ്പ്പിക്കുക. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് ആരാണ് ഇതിനൊക്കെ അധികാരം തന്നിരിക്കുന്നത്? തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് നിർത്തിച്ചു വയ്പ്പിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് ആരാണ് അധികാരം തന്നിരിക്കുന്നത്? താൻ സിറ്റി പോലീസ് കമ്മീഷണർ ആണെന്നുണ്ടെങ്കിൽ, താങ്കൾ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇത് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് തൃശ്ശൂരിൽ ആ പൂരം നടന്നു വരുന്നുണ്ട്. അല്ലാണ്ട് താങ്കളെ പോലെ ഒരു തുക്കളൊക്കെ വന്നിട്ട് ഒന്നേന്ന് നടത്തിപ്പിച്ച് ആൾക്കാരെ മുഴുവൻ പൂരം നടത്തിപ്പിക്കാൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്ന് താങ്കൾക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഈ പറയുന്ന താങ്കൾ എങ്ങനെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ആയിരിക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. ക്ഷേത്രത്തിന്റെ പരിസരം എന്ന് പറയുന്നത് ഭക്തരെ സംബന്ധിച്ച് വളരെ വൈകാരികമായ അടുപ്പുള്ള ഒരു പ്രദേശമാണ്. കാരണം അത് ദേവനോളം പ്രാധാന്യം തന്നെ ക്ഷേത്രത്തിന്റെ ഓരോ സമുച്ചയത്തിനും നൽകുന്നുണ്ട്. തന്ത്രശാസ്ത്രപരമാണെങ്കിലും വിശ്വാസപരമാണെങ്കിലും ഒക്കെ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതൊക്കെ മാറ്റി വെച്ചാൽ അവിടെ ഒരു കോടതി ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. അവിടെ പാദരക്ഷ ഉപയോഗിച്ച് കയറാൻ പാടില്ല എന്നത് അതൊരു കാര്യം. അവിടെ പകരത്തരം ഒരു പെരുമാറ്റം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു. അവിടെ ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് വൈകിട്ടത്തേക്ക് വന്നാൽ രാത്രി 1 മണി വരെ ഇല്ലാതിരുന്ന നിയന്ത്രണം പൊടുന്നനെ അവിടെ നിയന്ത്രണം കൊണ്ടുവരുന്നു. ഭക്തർക്ക് അവിടേക്ക് എതിരേറ്റിനോടൊപ്പം ആ ഘോഷയാത്രയ്ക്കൊപ്പം പങ്കെടുക്കാൻ കഴിയില്ല. ഏതാനും ആനകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. അവിടേക്ക് ചടങ്ങുകളുടെ ഭാഗമായി എത്തേണ്ട ആളുകൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുന്നു. അങ്ങനെ പെട്ടെന്നൊരു നിയന്ത്രണത്തിലേക്ക് പോകേണ്ട സാഹചര്യം അതൊരു കമ്മീഷണറുടെ മാത്രം നിർദ്ദേശപ്രകാരം ആണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പിണറായി വിജയന്റെ പോലീസിന് മൊത്തത്തിൽ പിണറായി വിജയന്റെ ബാധ കയറിയിരിക്കുകയാണെന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ കാണുന്ന അനുസരിച്ചിട്ട് കോടിക്കണക്കിന് ആൾക്കാരാണ് ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചകളിൽ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസം 1 കോടിക്ക് മുകളിലാണ് അവിടെ വിസിറ്റ് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ചെറുതായിട്ടൊന്നും അല്ല അയോധ്യയിലേക്ക്. അതുപോലെ തന്നെ കുംഭമേള വരുന്ന സമയത്ത് എത്ര ലക്ഷക്കണക്കിന് എത്ര കോടിക്കണക്കിന് ഭക്തരാണ് ആ ഒരു ചെറിയ പീരീഡിൽ അവിടെ എത്തിയിട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഒരു അനിഷ്ടം നമ്മൾ കേൾക്കുന്നുണ്ടോ? ഒരാളോടെങ്കിലും മോശമായി പെരുമാറിയെന്ന് നമ്മൾ കേൾക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സംഭവം കാണുന്നില്ല. കാരണം അവരെല്ലാവരും ഇതിനെ അവസരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ അവരുടെ പ്രദേശത്തിനെ ലോകത്തിന്റെ മുമ്പിൽ ബ്രാൻഡ് ചെയ്യാനും ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ അവിടേക്ക് കേന്ദ്രീകരിക്കുവാനും ലോകത്തുള്ള വിദേശികളായിട്ടുള്ള ആൾക്കാരെ വരെ അവിടേക്ക് കൊണ്ടുവരുവാനും വേണ്ടിയിട്ടുള്ള അവസരമായിട്ടാണ് ഈ പറയുന്ന കുംഭമേള ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അയോധ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ എല്ലാ ഗവൺമെന്റുകളും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വന്നാലോ? ഇപ്പൊ ശബരിമലയില് കഴിഞ്ഞ മണ്ഡലകാലത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രിക്ക്, ഒരു പ്രാദേശിക സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് തമിഴില്, മലയാളത്തില്, തെലുങ്കില്, കന്നഡയില്, ഹിന്ദിയില്, ഇംഗ്ലീഷില് ഒക്കെ തെറിവിളി കേൾക്കുന്നത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത്രയധികം ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യനാണത്. കാര്യം കഴിഞ്ഞാൽ 5ഓ 6ഓ ഭാഷകളില് ഭക്തരുടെ വായിൽ നിന്ന് തെറി കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടിയ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ മറ്റാരും കാണില്ല എന്നുള്ളതാണ്. പിണറായി വിജയന്റെ പോലീസ് അവരാദ്യം മനസ്സിലാക്കേണ്ടത് അവരുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സെർവ് ആൻഡ് ടു പ്രൊട്ടക്ട് എന്നുള്ളതാണ്. ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. പ്രൊട്ടക്ടിന് മുമ്പേ കൊടുത്തിരിക്കുന്ന സാധനമാണ് ടു സെർവ് എന്നുള്ള കാര്യം. നിങ്ങൾ സേവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അലമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ സിറ്റി പോലീസ് കമ്മീഷണറോട്, തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് എനിക്ക് വ്യക്തിപരമായി അങ്ങയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങ് സാമാന്യ ബുദ്ധി എന്താണെന്നുള്ള കാര്യം, ഒരു ക്രൗഡ് മാനേജ്മെന്റിന്റെ സാമാന്യ ബുദ്ധി എന്താണെന്നുള്ള കാര്യം അങ്ങയുടെ താഴെയുള്ള പോലീസ് സ്റ്റേഷനിലെ കുറച്ച് സീനിയർ ആയിട്ടുള്ള ഏതെങ്കിലും സിവിൽ പോലീസ് ഓഫീസറോട് ചോദിച്ച് പഠിക്കണം. കാരണം ആൾക്കാർ വരുന്ന വഴി കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്ത് വെക്കുക, 8 മണിക്ക് കയറി കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിൽക്കണം. എന്തിനാണ്? 3 മണിക്കുള്ള തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് 8 മണിയാകുമ്പോൾ ഈ പറയുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ പറയുന്ന ഉയരമുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ കയറി സ്ഥാനം പിടിച്ചേക്കണം എന്നാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ദേവസ്വം ബോർഡ് പാസ് കൊടുത്തിട്ടുള്ള അവിടുത്തെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാർക്ക് പോലും അകത്തേക്ക് പ്രവേശനമില്ല. ഈ കമ്മീഷണർ സ്പെഷ്യലായിട്ട് അടിച്ച് പാസ് കൊടുത്തിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് അകത്തേക്ക് പ്രവേശനമുള്ളത്. അതെന്താണ്? കാർ പാസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഇദ്ദേഹം പോയിട്ട് ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുക, അവിടെ ഏതോ മേൽശാന്തിയെ കയ്യേറ്റം ചെയ്യുക, പൂരത്തിന്റെ വെടിക്കെട്ട് നിർത്തിച്ചു വയ്പ്പിക്കുക. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് ആരാണ് ഇതിനൊക്കെ അധികാരം തന്നിരിക്കുന്നത്? തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് നിർത്തിച്ചു വയ്പ്പിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് ആരാണ് അധികാരം തന്നിരിക്കുന്നത്? താൻ സിറ്റി പോലീസ് കമ്മീഷണർ ആണെന്നുണ്ടെങ്കിൽ, താങ്കൾ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇത് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് തൃശ്ശൂരിൽ ആ പൂരം നടന്നു വരുന്നുണ്ട്. അല്ലാണ്ട് താങ്കളെ പോലെ ഒരു തുക്കളൊക്കെ വന്നിട്ട് ഒന്നേന്ന് നടത്തിപ്പിച്ച് ആൾക്കാരെ മുഴുവൻ പൂരം നടത്തിപ്പിക്കാൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്ന് താങ്കൾക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഈ പറയുന്ന താങ്കൾ എങ്ങനെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ആയിരിക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. കാരണം ഞാൻ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്ന മറ്റൊന്നും കൊണ്ടല്ല. തൃശ്ശൂരിലുള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ, ഭക്തരെ വിളിക്കുമ്പോൾ, അവിടെയുള്ള ജനങ്ങളെ വിളിക്കുമ്പോൾ അത്രയേറെ വൈകാരികമായിട്ടാണ് അവർ നമ്മളോട് റിയാക്ട് ചെയ്യുന്നത് ഈ വിഷയത്തെ കുറിച്ചിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വികാരം നമുക്ക് മനസ്സിലാവും. ഇത് തൃശ്ശൂരിൽ മാത്രം നിൽക്കുന്ന ഒരു വിഷയമൊന്നുമല്ല. ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളം ഭരിക്കാൻ തുടങ്ങിയതിനു ശേഷം ആദ്യം ഇവരുടെ ശ്രദ്ധ മുഴുവൻ ആറ്റുകാലിലേക്കായിരുന്നു. ആറ്റുകാല് പൊങ്കാല എങ്ങനെ നശിപ്പിക്കുന്നുള്ളായിരുന്നു. ആറ്റുകാലിൽ കുത്തിയോട്ടം നടത്തുന്നു, റോഡ് കയ്യേറുന്നു. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഈ ഇടത് ഹാൻഡിലുകളുടെ വലിയ പ്രശ്നമാണ്. എന്താണ്? ആറ്റുകാല് പൊങ്കാല, റോഡ് കയ്യേറുന്നു. തൃശ്ശൂർ പൂരം അവിടെ വണ്ടി ബ്ലോക്ക് ചെയ്യുന്നു. ഇത് ഈ നാടിന്റെ സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേർന്ന് കിടക്കുന്നതാണ്. ഇത് ആഘോഷങ്ങളുടെ കൂടെ നാടാണ്. ഹൈന്ദവ മതം, സനാതന ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റിലീജിയൻ ഓഫ് ഫെസ്റ്റിവൽസും കൂടിയാണ്. ഇത് ആഘോഷങ്ങളുടേതാണ്. ഇത് കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നുമല്ല.
തമിഴ്നാട്ടിൽ ചെന്നാല്, കർണാടകയിൽ ചെന്നാല്, UP-യിൽ ചെന്നാല്, ബീഹാറിൽ ചെന്നാല്, ആന്ധ്രയിൽ ചെന്നാലൊക്കെ നിങ്ങൾക്ക് ഈ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത്തരത്തിലുള്ള ഉത്സവങ്ങളും ആ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആഘോഷങ്ങളും ഒക്കെ കാണാൻ കഴിയും. ഇത് വലിയ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അവരുടെ വയറ്റിപ്പിഴപ്പിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഈ പറയുന്ന ഉത്സവങ്ങളും അവിടുത്തെ കച്ചവടങ്ങളും ഒക്കെ നിലനിന്ന് പോകുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയാണ് ആദ്യം ഒരു സിറ്റി പോലീസ് കമ്മീഷണർ കൊണ്ടാകേണ്ടത്. നിങ്ങളെ ആരും പൂരം നടത്താൻ ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ പൂരം അലമ്പാക്കാൻ ഇറങ്ങി പോകാതിരുന്നാൽ മതി. നിങ്ങളെ നിങ്ങൾ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടല്ലാതെ മറ്റൊരു ബുദ്ധിമുട്ടും ഇന്നലെ തൃശ്ശൂർ പൂരത്തിന് ഉണ്ടായിരുന്നില്ല. നിങ്ങളാണ് ബുദ്ധിമുട്ട്. അത് ആദ്യം നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട്, ആഭ്യന്തരമന്ത്രിയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ സിറ്റി പോലീസ് കമ്മീഷണറെ ആ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കേരളത്തിന്റെ അഭിമാനമായ തൃശ്ശൂർ പൂരം അലമ്പാക്കാൻ നോക്കിയ, കുളമാക്കിയ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് 3 മണിക്ക് തുടങ്ങേണ്ട വെടിക്കെട്ട് പകൽ വെളിച്ചത്തിലാക്കി അതിന്റെ ഗരിമ നശിപ്പിച്ച ആ സിറ്റി പോലീസ് കമ്മീഷണറെ ആ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ആർജവമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിൽ നേരിട്ട് പങ്കില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ചെയ്യേണ്ടത്. എന്തായാലും യുവരാജ്, അങ്ങനെ ഒരു കമ്മീഷണർക്ക് മാത്രം തീരുമാനിച്ച് ഇങ്ങനെ ഒരു വലിയ ആഘോഷത്തെ, പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം എന്നത് ചെറിയൊരു ഇവന്റ് അല്ലല്ലോ, അതിനെ എങ്ങനെ പിണറായി വിജയന്റെ ബാധ കയറിയിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആറ്റുകാലിൽ ഇവരിത് ശ്രമിച്ചു, ശബരിമലയിൽ ഇത് ശ്രമിച്ചു, തൃശ്ശൂരിൽ ഇവരിത് ശ്രമിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിനകത്ത് ബാധ്യത ഇല്ലാന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിനെ നേരിട്ട് ഉത്തരവാദിത്തം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാൾക്കെതിരെ നടപടിയെടുക്കുകയാണ് വേണ്ടത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി നടപടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഇവരുടെ ആശീർവാദത്തോടു കൂടി, ഇവരുടെ അനുഗ്രഹത്തോടു കൂടിയാണ് ഈ നടപടി മുഴുവൻ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ്. മനഃപൂർവ്വമായിട്ട് കുളവാക്കുകയാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ മതം അല്ലെങ്കിൽ സനാതന ധർമ്മം ആഘോഷിക്കപ്പെടുന്നു, ജനങ്ങൾ അതിന്റെ ഭാഗമാകുന്നു, ജനകീയമായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അജണ്ട ഈ നാട്ടിൽ നടപ്പിലാക്കാൻ കാലങ്ങളോളം എടുക്കുമെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിനെ പതുക്കെ ആയിട്ട് നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ മണ്ഡലകാലത്ത് ശബരിമലയെ കാണുന്നത്. അതാണ് ആറ്റുകാൽ പൊങ്കാല ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഉൾപ്പെടെ കാണുന്നത്. അതാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലും കണ്ടത്. യുവരാജ് ഗോകുൽ, ഇത് തൃശ്ശൂരിൽ മാത്രമായി അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരമായി മാത്രം ബന്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം തോന്നുന്നില്ല. നേരത്തെ രാവിലെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ എവിടെയൊക്കെയാണോ ഇത്തരത്തിൽ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരം ഹൈന്ദവ ആഘോഷങ്ങളുള്ള അതിനെയൊക്കെ ഒരു വിവാദവുമായി കൂട്ടിച്ചേർത്ത് വെക്കപ്പെടാൻ ചില തിരക്കഥകളുടെയൊക്കെയോ തയ്യാറാകുന്നതായി വർഷങ്ങളായി ഹൈന്ദവ സംഘടനകൾ ഇങ്ങനെ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആരോപണം. മറ്റൊന്ന്, ഇങ്ങനെ തലസ്ഥാനത്ത് അധികം നാളും പോലെ കട്ടാക്കടയായിട്ടാണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ക്ഷേത്രത്തിലെ മൈക്ക് പ്രവർത്തിച്ചതിന് CPM പ്രവർത്തകർ പോയി ആ മൈക്ക് ഓഫ് ചെയ്യുന്നതും അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ പിന്നീട് കാവി തോരണങ്ങൾ കിട്ടുന്നതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിറക്കുന്നു. ഇങ്ങനെ ഏറ്റവും അവസാനം അത് വെള്ളായാലാണെങ്കിൽ ഇന്നിപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ ആറ്റുകാൽ പൊങ്കാല സമയത്തും സമാനമായ നിയന്ത്രണം പോലീസിന്റെ ഭാഗത്തുണ്ട്. കാവി തോരണമൊന്നും എങ്ങും ചർത്താൻ പാടില്ല. അങ്ങനെ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലൊരു ഇടപെടൽ, അത് പോലീസിനെ ഉപയോഗിച്ചാണ് പലപ്പോഴും പലയിടത്തും അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവാറുള്ളത്. ശബരിമലയും കട്ടക്കടയും വെള്ളായണിയും ഒക്കെ ഒരുപാട് ഉദാഹരണങ്ങളാണ്. പിന്നീട് തൃശ്ശൂരിലേക്ക് വന്നാൽ അവിടെ മറ്റൊരു ക്ഷേത്രം പോലീസിനെ ഉപയോഗിച്ച് ബലപ്രയോഗത്തിലൂടെ ദേവസ്വം ബോർഡ് ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. പിന്നീട് മലബാർ മേഖലയിൽ സമാനമായ നീക്കം ഏതാനും ദിവസങ്ങൾക്ക് മുൻപുണ്ടായി. അങ്ങനെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളെയും ക്ഷേത്രങ്ങളെയും ഒക്കെ ഒന്നിൽ ക്ഷേത്രങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ തങ്ങളുടേതാക്കി അങ്ങ് മാറ്റുക, അതല്ലെങ്കിൽ അത് അലങ്കോലപ്പെടുത്തുക, ഇത്തരം ശ്രമങ്ങളൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അല്ല, അത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇവർ ചെയ്യുന്നുണ്ട്. ഉമേഷ്, ഞാൻ ഇതിനകത്ത് നമ്മൾ ഈ നബിദിനമൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ റംസാൻ വരുന്ന സമയത്ത് ഞാൻ ഈ നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തുള്ള പല പള്ളികളിലും ഞാൻ അവർ പച്ച തോരണം കെട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പച്ച നിറത്തിൽ അവർ വലിയ തോരണങ്ങൾ പള്ളികൾ വെച്ച് അലങ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു തവണ പോലും ഈ പറയുന്ന DYFIക്കാരാവട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസിനെ ഉപയോഗിച്ചിട്ടാവട്ടെ അവിടെ പോയിട്ട് നിങ്ങൾ പച്ച ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അവിടെ ഒരു നയമാണ്. അതേ സമയത്ത് നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കാവി എന്ന് പറയുന്നത്, ഇപ്പോൾ ശിവജി മഹാരാജാവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അദ്ദേഹം ഒരു ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്ന സമയത്ത് അദ്ദേഹം അല്ലെങ്കിൽ തന്നെയും മുഴുവൻ സമയങ്ങളിലും ഈ പറയുന്ന ഭഗവാൻ എന്ന് പറയുന്ന കാര്യം അദ്ദേഹം ഉപയോഗിച്ചിരുന്നതാണ്. ശ്രീരാമൻ ഉൾപ്പെടെ വനത്തിലേക്ക് പോകുന്ന സമയത്ത് കാവി ധരിച്ചിട്ടാണ് പോകുന്നത്. നമ്മുടെ സന്യാസിമാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ കാവി ധരിച്ചിട്ടാണ് നമ്മൾ കാലങ്ങളായിട്ട് അവരെ എല്ലാവരെയും കാണുന്നത്. വിവേകാനന്ദ സ്വാമികളെ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ കാവി എന്ന് പറയുന്നത് ഹൈന്ദവതയുടെ ഒരു പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ്. അതൊരു ത്യാഗത്തിന്റെ നിറമായിട്ട് കാണുന്നതാണ്. ഹൈന്ദവതയുടെ പ്രതിനിധാനമായിട്ട് നമ്മൾ കാണുന്ന ഒന്നാണ്. കാവ്യയോട് മാത്രം എന്താണ് ഇവർക്ക് ഇത്ര അലർജി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് എന്നാൽ ഓക്കെ, അവർ ശരി എല്ലാ വിഭാഗങ്ങളോടും അവർ അതുപോലെ തന്നെയാണ് അവർ നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാവും. അവരെല്ലാവരോടും ഇങ്ങനെയാണ്, അവർ കമ്മ്യൂണിസ്റ്റ് നയമാണ് എല്ലാവരോടും കാണിക്കുന്നത് എന്നുള്ള കാര്യം. പക്ഷേ ഹിന്ദുവിനോട് മാത്രം ഒരു നയം, മറ്റുള്ളവരോട് അങ്ങനെയൊന്നും അല്ല. ഈ പറയുന്ന ആൾക്കാർ ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന്റെ കാര്യം ഉമേഷ് പറഞ്ഞല്ലോ. ഈ മലബാർ ദേവസ്വം ബോർഡിലെ C ഗ്രേഡ് D ഗ്രേഡ് ക്ഷേത്രങ്ങളിൽ ഇവർ ശമ്പളം കൊടുത്തിട്ട് എത്ര കാലമായി എന്നറിയാമോ? നമ്മൾ അന്വേഷിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. C ഗ്രേഡ് D ഗ്രേഡ് ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് ഒരു ശമ്പളം കൊടുത്തിട്ട് അവിടെ ആ സൂപ്പർ ഗ്രേഡ് എന്ന് പറയുന്ന ക്ഷേത്രങ്ങളുണ്ട്, A ഗ്രേഡ് ഉണ്ട്, B ഗ്രേഡ് ഉണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് വരുമാനമുള്ളത്. ബാക്കി 1000-ലധികം ക്ഷേത്രങ്ങൾ C ഗ്രേഡ് D ഗ്രേഡിൽ കിടക്കുന്നുണ്ട്. അവിടെ സാധാരണക്കാരായ മനുഷ്യരാണ് ജോലി ചെയ്യുന്നത്. ഈ പറയുന്ന ആദ്യത്തെ 3 ഗ്രേഡിലുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈ പറയുന്ന ഇടതുപക്ഷക്കാരെ ഇവർ ചെറിയ ജോലികൾ മുതൽ വലിയ ജോലികൾ വരെയുള്ള തട്ടുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇവർ തിരികെ കയറ്റിയിരിക്കുന്നത്. ശമ്പളമുള്ള സ്ഥലങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ ഓൺ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളിൽ. ബാക്കി C ഗ്രേഡ് D ഗ്രേഡിലാണ് 4000-ലധികം ജീവനക്കാരുള്ളത് തന്നെ. അവർക്ക് ശമ്പളം ഇല്ല. അവർക്ക് ശമ്പളം
ശമ്പളം കിട്ടുന്നത് 1 വർഷം 1.5 വർഷമായിട്ടൊന്നും ശമ്പളം കിട്ടാത്ത ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ട്. ഈ പറയുന്ന പല പൂജാരിമാരും പുറത്തിറങ്ങിയിട്ട് അവസാനം ഓട്ടോ ഓടിക്കാൻ പോകുന്നതും തൊഴിലുറപ്പിന് പോകേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് അവരുടെ ജീവിതങ്ങൾ തള്ളി നീക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ തലത്തിൽ അവിടെ ജീവിക്കുന്ന സമയത്ത് അവർക്ക് അതിനെ കുറിച്ചിട്ട് ഒന്നും തന്നെ അവർ ബോധേടല്ല. അവർക്ക് ആകെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളിലെ ഹൈന്ദവപരമായ ആചാരങ്ങൾ കൃത്യമായിട്ട് നടക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇവർക്ക് നിർബന്ധമുള്ളത്. ഇവർ ഇതിനു വേണ്ടി മാത്രമാണ് ഇതിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. ഇത് മലബാറിലൊരു തരത്തിലാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ തലത്തിലേക്കാണ്. ഇപ്പൊ ഇത് ആകസ്മികമായിട്ട് നടക്കുന്നതാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇപ്പൊ ഫേസ്ബുക്കിൽ കയറുന്ന സമയത്ത് എന്റെ ന്യൂസ് ഫീഡിൽ വളരെ കാര്യമായിട്ട് ഇപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്നതൊന്നുമല്ല, പക്ഷെ എന്റെ ന്യൂസ് ഫീഡിൽ കയറി വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ പറയുന്ന ആനകളെ ഉപയോഗിക്കുന്നതിനെതിരെ, ആനകളെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വെടിക്കെട്ട് നടത്തുന്ന സമയത്ത് എന്താണ് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞിട്ട്, റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് എവിടെ നിന്നൊക്കെ സ്പോൺസേർഡ് ആയിട്ട് ഇത്തരം പോസ്റ്റുകൾ നമ്മുടെ ഫീഡിനകത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നവരുടെ നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഫോളോ ചെയ്യുന്ന ഇന്ന ആളാണ് അത് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളിൽ വന്നത്. ഇത് എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരുടെ പോസ്റ്റുകൾ സ്പോൺസേർഡ് ആയിട്ട് എന്റെ ഫീഡിലേക്ക് കയറി വരികയാണ്. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് എവിടുന്ന് ഒരു സ്ഥലത്തുനിന്ന് കൊറിയോഗ്രാഫി ചെയ്തുകൊണ്ട് എല്ലാ മേഖലകളിലും, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന തലത്തിൽ അവിടെ, അല്ല മറ്റൊരു തലത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ, ഈ പറയുന്ന പോലീസിനെ ഉപയോഗിച്ചിട്ട് പറയുന്ന ഉത്സവം അലങ്കോലമാക്കാൻ ശ്രമിക്കുന്ന തലത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ, ഈ തലത്തിലെ സമസ്ത മേഖലകളിലും ഈ പറയുന്ന തൃശ്ശൂർ പൂരം ആവുന്ന സമയത്ത് അതിനെ അലങ്കോലമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഉമേഷ് എന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് കാട്ടാക്കടയില് നമ്മുടെ മുഖ്യമന്ത്രി സംസാരിക്കാൻ വരുന്ന സമയത്ത് ക്ഷേത്രത്തിൽ പാട്ട് വെച്ചു. ഉടനെ ഡിവൈഎഫ്ഐ സഖാക്കൾ ചാടി കയറിയിട്ട് ആ ക്ഷേത്രത്തിൽ പാട്ട് നടക്കുന്ന സമയത്ത് അവിടുത്തെ കണക്ഷൻ വിടുവിക്കുക അല്ലെങ്കിൽ ഫ്യൂസ് ഊരുകയും ചെയ്യുന്ന പരിപാടിയാണ് ഇവരന്ന് അവിടെ ചെയ്തത്. ഞാനൊന്ന് ചോദിക്കട്ടെ, പിണറായി വിജയൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംസാരിക്കുന്നുണ്ട്. ഈ സംസാരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐക്കാർ ചാടി ആ പള്ളിക്കകത്ത് കയറിയിട്ട് അതിന്റെ കണക്ഷൻ കട്ട് ചെയ്തിടാനുള്ള ധൈര്യം ഈ പറയുന്ന ഡിവൈഎഫ്ഐക്കാർക്ക് ഉണ്ടാവുമോ? CPM-കാർക്ക് ഉണ്ടാവുമോ? അങ്ങനെ ചെയ്യാൻ പറയാനുള്ള ആർജവം പിണറായി വിജയൻ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. പക്ഷെ ഹിന്ദുവിന്റെ ക്ഷേത്രത്തിന്റെ അകത്ത് കയറിയിട്ട് അവർക്ക് എന്തും ചെയ്യാനുള്ള അവകാശവും അധികാരവും ഉണ്ട് എന്നുള്ള തലത്തിലേക്കാണ് കമ്മ്യൂണിസം കേരളത്തിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരോടും ഒരേ നയമാണ് സ്വീകരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ ഒരു വിഭാഗത്തിനോട് മാത്രം എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ സ്വയം, ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഹിന്ദുക്കളായിട്ടുള്ള സഖാക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കേണ്ടതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ആലപ്പുഴ ജില്ലയിലെ ഹിന്ദു സഖാക്കൾക്ക് എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് അധികം വൈകാതെ കേരളത്തിലെ മുഴുവനുള്ള ഹിന്ദു സഖാക്കൾക്കും ഉണ്ടാകും എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക മാത്രം. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് പോലീസിന് ഇപ്പൊ തൃശ്ശൂർ പൂരം പോലെ ഇത്രയും വലിയൊരു സംഭവത്തിനെ വെടിക്കെട്ട് പൂരം, ഇപ്പോൾ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് പൂരം പോയി പൂട്ടിയിട്ടിട്ട് വരുന്ന തലത്തിലേക്ക് വരെ ഇത്രയും ധാർഷ്ട്യം കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം ഒന്നും കേരള പോലീസിന് സ്വന്തമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് തീർച്ചയായിട്ടും മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. എന്താണ് ഇവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ശ്രീരാമന്റെ ചിത്രം അവിടെ കുടമാറ്റത്തിനിടയിൽ കണ്ടതാണോ ഇവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കേണ്ടതാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ഹാൻഡിലുകൾ, ചില സുഡാപ്പി ഹാൻഡിലുകൾ വളരെ കാര്യമായിട്ട് ഇത് ഇവിടെ രാംലല്ല കാണിച്ചിരിക്കുന്നു. പിന്നെ ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ ശ്രീരാമന്റെ പടം അല്ലാണ്ട് പിന്നെ വേറെ ആരുടെ പടം കൊണ്ട് കാണിക്കാൻ കഴിയുക? ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ എന്താണ് കാണിക്കേണ്ടതെന്നുള്ള കാര്യം ഹിന്ദുക്കളല്ലേ തീരുമാനിക്കേണ്ടത്. ഞങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. അല്ലാണ്ട് വഴിയെ പോകുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കോ ക്ഷേത്രങ്ങളിൽ വിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർക്കോ അല്ലാണ്ട് ക്ഷേത്രങ്ങൾ എന്താണ് വിഗ്രഹാരാധന എതിർത്ത് നിൽക്കുന്ന ആൾക്കാർക്കോ ഇവിടെ ആരും കൊട്ടേഷൻ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ ഞങ്ങൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ ആരെങ്കിലും തീരുമാനിച്ചാലും ഞങ്ങൾ അങ്ങനെ ഒന്നും തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾക്ക് താല്പര്യമുള്ളതുപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന്റെ ചൊറിച്ചിലാണ് കേരള പോലീസിനെ ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ചെയ്തത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫലം നിങ്ങൾക്ക് താമസിയാതെ അതിന്റെ വഴിക്ക് വന്നോളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പുലർച്ചെ 3 മണിക്ക് നമ്മൾ ലൈവിൽ കാണുന്ന ദൃശ്യങ്ങൾ അങ്ങനെയാണ്. സുരേഷ് ഗോപി ദേവസ്വം ഭാരവാഹികളുടെ അടുത്തേക്ക് എത്തുന്നു. അവിടെ ഇരുന്ന് അവരോട് വളരെ വളരെ പ്രായോഗിക തലത്തിൽ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് ചർച്ച ചെയ്യുന്നു, അതിന് പരിഹാരം കാണുന്നു. മുടങ്ങിപ്പോയേക്കാമായിരുന്ന പൂരത്തെ വീണ്ടും പകലെങ്കിൽ പകൽ അതിന്റെ ചടങ്ങുകൾ പൂർത്തിയാകട്ടെ എന്ന തരത്തിലേക്ക് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു. പിന്നീട് കളക്ടർ ഉൾപ്പെടെ വിഷയത്തിലേക്ക് പിന്നീട് വരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഇടപെടൽ അവിടെ ഈ നിമിഷം അത് എടുത്തു പറയേണ്ടിയിരിക്കും. അല്ല, അത് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. വളരെ ജെനുവിൻ ആയിട്ടുള്ളൊരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു നേതാവ് എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും മുൻപിലുണ്ടാവുകയും എല്ലാവരും സന്തോഷിക്കുന്ന സമയത്ത് എല്ലാവരുടെ പുറകിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേതാവ് എന്ന് പറയുന്നത്. എല്ലാം വളരെ ഭംഗിയായി നടക്കുന്നു, എല്ലാം നന്നായി നടക്കുന്നു, മീഡിയ മുഴുവൻ അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. രാവിലെ മുഴുവൻ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്ന സമയത്ത് അദ്ദേഹം അല്ലാത്തൊരു സ്ഥലത്തേക്ക് വലിഞ്ഞു നിൽക്കുകയും ആ സമയത്ത് പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കെ മുരളീധരനെ കുറച്ച് നേരത്തെ കെ മുരളീധരൻ്റെയൊക്കെ പ്രശ്നം അത് തന്നെയാണ്. അദ്ദേഹം ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം ഇല്ല, അല്ലാത്ത സമയങ്ങളിലേക്ക് ഇവരുണ്ട്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രഹസനത്തിന്റെ വേദിയായിട്ടല്ല അദ്ദേഹം കണ്ടത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ഈ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ ഇവിടുത്തെ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ
MLA-മാരെ കാണാതായപ്പോൾ, MP-മാരെ കാണാതായപ്പോൾ, കളക്ടറെ കാണാതായപ്പോൾ, പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കിയ പോലീസിന്റെ കമ്മീഷണറെ കാണാണ്ടായപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം വെളുപ്പിന് 3 മണിക്ക് അദ്ദേഹം അവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായി. എപ്പോഴും സുരേഷ് ഗോപി അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ജനങ്ങളോട് ഇടപെടുന്നത് എപ്പോഴും ജെനുവിൻ ആയിട്ടാണ്. നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പറയും, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തൃശ്ശൂരിൽ എത്തുമ്പോഴും അദ്ദേഹം പോയി വോട്ട് ചോദിക്കുന്നത് പോലും നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പോലും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ തയ്യാറാണ്, ഞാൻ നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുക, പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ വോട്ട് ചെയ്യണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. നിങ്ങൾ പോയിട്ട് വോട്ട് ചെയ്യണം, എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ പോയി വോട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹം അവിടെ ആവശ്യപ്പെടുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിയപ്പോൾ ഒരു സ്ഥാനാർത്ഥി ഇങ്ങനെയൊക്കെ സംസാരിക്കും. അദ്ദേഹം പറയാണ് നിങ്ങൾ തീർച്ചയായിട്ടും പോകണം, വോട്ട് ചെയ്യണം, അതിൽ ഞാൻ കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അത്രയും ജെനുവിൻ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പയിനിൽ പോലും ഇടപെടുന്നത്. ആ ജെനുവിനിറ്റി തന്നെയാണ് ഞാനിപ്പോൾ നോക്കുമ്പോൾ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളിൽ നടക്കുന്നത്. ഇപ്പോൾ ഉമേഷ് പറഞ്ഞത് മാത്രമല്ല, ഞാൻ രാവിലെ ഒരു വളരെ പ്രമുഖമായ ഒരു ന്യൂസ് ചാനൽ ഇന്നലെ രാവിലെ കാണുന്ന സമയത്ത് അവരുടെ ഇതിനകത്ത് ഇവിടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ അവതരിപ്പിക്കുന്നത് കെ മുരളീധരനെ അവതരിപ്പിച്ചു, സുനിൽകുമാറിനെ അവതരിപ്പിച്ചു, അവിടെ സുരേഷ് ഗോപി ഇല്ല. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇവർ പക്ഷപാതപരമായിട്ട് ആയിരിക്കും ഈ റിപ്പോർട്ടിംഗ് നടത്തുന്നത്, മനഃപൂർവ്വം സുരേഷ് ഗോപി അവോയ്ഡ് നിർത്തുകയാണ്. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അദ്ദേഹം ഈ പറയുന്ന ക്യാമറകളുടെ മുമ്പിൽ അല്ലാതെ അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹം അവിടേക്ക് തള്ളി കയറി പോകുന്നു, ഇടിച്ചു കയറി പോകുന്നൊന്നുമില്ല. പക്ഷെ 3 മണിക്ക് ഈ പൂരം നിന്നു പോകുന്നു പറയുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ മനുഷ്യൻ രാവിലെ മുഴുവൻ ഈ മീനവേല് ചൂടത്ത് ഇത്രയധികം ക്യാമ്പയിൻ നടത്തി തളർന്നു വരുന്ന ആ മനുഷ്യൻ വെളുപ്പിന് 3 മണിയായപ്പോൾ അവിടെ കൃത്യമായിട്ട് എത്തി എന്ന് പറയുന്നതാണ് അദ്ദേഹം എന്ന് പറയുന്ന ആളെ ലീഡറാക്കി മാറ്റുന്നത്.